എല്ലാവർക്കും നമസ്കാരം. ഈ ദിവസങ്ങളിൽ കേരളത്തിൽ പരസ്യം കൊടുക്കാൻ പറ്റുന്ന സകല മാധ്യമങ്ങളിലും, അതായത് പത്രങ്ങൾ, ടി വി, കൊടുക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം പരസ്യം കൊടുത്തിട്ട് ഇന്ന് തിരുവനന്തപുരത്ത് കോടാനുകോടികൾ മുടക്കി ഒരു വലിയ രാഷ്ട്രീയ മാമാങ്കം നടക്കുന്നുണ്ട്. ഈ മാമാങ്കം നടക്കുമ്പം ഇതിൻ്റെ യഥാർത്ഥ കണക്കെന്താണെന്ന് ഞാൻ വളരെ കൃത്യമായി നിങ്ങളോടൊന്ന് പറയാം. ഇത് നിങ്ങൾ വളരെ ഗൗരവമായും കൃത്യമായും നിങ്ങളിത് കേൾക്കണം. 2021 LDFിൻ്റെ പ്രകടന പത്രിക പ്രകാരം ആ പ്രകടന പത്രികയിലെ 45ാമത്തെ ഐറ്റമാണ് സാമൂഹിക പെൻഷൻ 1600 നിന്ന് പടിപടിയായി 2500 ആക്കും. ഇനി ഇതിൻ്റെ ചരിത്രം പറയാം. 1980 EK നയനാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന മന്ത്രിസഭയിലെ ധനമന്ത്രിയായിരുന്ന KM മാണി ആണ് ഈ സാമൂഹിക പെൻഷൻ്റെ ഉപജ്ഞാതാവ്. അന്ന് KM മാണി LDFിൻ്റെ കൂടെയായിരുന്നു. KM മാണി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇടയ്ക്ക് മാറാറുണ്ട്. ഇന്ന് LDF ഇത് കൊട്ടിഘോഷിക്കുന്നെങ്കിലും ഇതിൻ്റെ ഉപജ്ഞാതാവ് KM മാണിയാണ്. അന്ന് 1980 ഏറ്റവും താഴേക്കിടയിലുള്ള ഒരു സർക്കാർ ജീവനക്കാരൻ്റെ അടിസ്ഥാന ശമ്പളം ഒരു മാസം 280 രൂപയായിരുന്നു. ഈ 280 രൂപയുടെ 16%, അതായത് 45 രൂപ അന്ന് പെൻഷൻ തീരുമാനിച്ച് കൊടുത്തു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് 2021 ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ അടിസ്ഥാന ശമ്പളം 23,000 രൂപയാണ് പെർ മന്ത്, ഒരു മാസം. ഉദ്യോഗസ്ഥന് ഇതുകൂടാതെ ഇഷ്ടം പോലെ അനാനാന ഐറ്റങ്ങളുണ്ട്. നമ്മുടെ കറണ്ട് ബില്ലിൽ കാണാൻ മേലെ എക്സ്ട്രാ നികുതി, അധിക നികുതി, അഗതി നികുതി, ഇത്ര നികുതി എന്ന് പറഞ്ഞാൽ ഉദ്യോഗസ്ഥന് പലത് വേറെ കിട്ടും. പക്ഷേ ഈ അടിസ്ഥാന ശമ്പളത്തിൻ്റെ 23,000-ൻ്റെ 16% അതിൻ്റെ കണക്കെങ്കിൽ 3,680 രൂപ ഈ സാമൂഹ്യ പെൻഷൻ സാധാരണക്കാർക്ക് കിട്ടണം, 60 വയസ്സിന് മുകളിലുള്ള ദരിദ്രജനത്തിന്. അപ്പോൾ 2021 ഈ പ്രകടന പത്രിക തയ്യാറാക്കിയപ്പോൾ ഈ CPMൻ്റെ അനുകൂല ഉദ്യോഗസ്ഥന്മാർ, അവരാണല്ലോ ഇത് തയ്യാറാക്കുന്നത്, ആറൊക്കെ ശമ്പളവും പെൻഷനും ഒക്കെ കിട്ടുന്ന വലിയ സാറുമാരാണ്. ഇവന്മാർ ഇതെന്നാ കാണിച്ചു, ഈ 3,680 വരേണ്ടത് ഇവന്മാർ തന്ത്രപരമായി വെട്ടിച്ചുരുക്കി 2,500 ആക്കി. എന്നിട്ടോ 2,500 പടി കൊടുക്കുമെന്നും പറഞ്ഞ് അധികാരത്തിൽ കയറി. ഇത് ഒന്നുകൂടെ പറയാം, 1980 280 രൂപ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളമുള്ളപ്പം 45 രൂപ സാമൂഹ്യ പെൻഷൻ, ആ 280-ന്റെ 16%. 2021 23,000 രൂപ അടിസ്ഥാന ശമ്പളം ഉള്ളപ്പം അതിൻ്റെ 16% 3,680 വരേണ്ടടുത്ത് 2,500 രൂപയായിട്ട് ഉദ്യോഗസ്ഥന്മാർ ചുരുക്കി. അപ്പോൾ ഇവിടെ ഭരിക്കുന്നത് ഗവൺമെൻറ്റാണോ ഉദ്യോഗസ്ഥന്മാരാണോ? ഒന്ന്. 4.5 വർഷം കഴിഞ്ഞു. ഈ പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞ് 4.5 വർഷം ഇവിടുത്തെ ഒരു ദരിദ്രനെയും ഗവൺമെൻറ് ഓർത്തില്ല. ഈ 4.5 വർഷം അങ്ങോട്ട് ആയി കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, ഇലക്ഷൻ വരുന്നുണ്ടല്ലോ, ഇവന്മാരെ ഇനിയും കളിപ്പിക്കണ്ടേ. വിദഗ്ധന്മാരാലോചിച്ചു, ഉടനെ പറഞ്ഞു ഇപ്പോൾ ഉടനെ 2,000 ആക്കും, അല്ലെ 2,500 ആക്കും. ഘട്ടം ഘട്ടമായിട്ട് കൂട്ടാനാണെങ്കിൽ ഓരോ വർഷവും 180 കൂട്ടണ്ടേ 5 വർഷം കൊണ്ട്? കൂട്ടിയില്ല. 2021 യഥാർത്ഥത്തിലുള്ള LDFുകാരെല്ലാം വിചാരിച്ചിരുന്നത് ഈ PK ശ്രീമതി മുഖ്യമന്ത്രിയാകുന്ന അത്ഭുതങ്ങളിലൂടെയാണല്ലോ ഇന്നത്തെ പുള്ളി വന്നത്. ഈ ശ്രീമതിയുടെ കണക്കും പ്രകാരം ഈ സാമൂഹിക പെൻഷൻ്റെ അർഹതരായ ആളുകൾ 62 ലക്ഷമുണ്ട്. സർക്കാരിൻ്റെ കണക്കും പ്രകാരം 50.42 ലക്ഷമേ ഉള്ളൂ. ഈ 50.42 ലക്ഷത്തിന്
സർക്കാരിൻ്റെ കണക്കും പ്രകാരം ഈ 2500 വെച്ച് കൊടുത്തായിരുന്നെങ്കിൽ, കൊടുക്കാമെന്ന് പറഞ്ഞ 2500 വെച്ച് കൊടുത്തായിരുന്നെങ്കിൽ മാസം 455 കോടി മതിയായിരുന്നു ഒരു മാസം. ഒരു വർഷം 5460 കോടി. 4.5 വർഷം, അല്ലെങ്കിൽ ഇത് ഈ മൊത്തം ഇതിൻ്റെ കണക്കൂട്ടെടുത്ത 21,840 കോടി. ഈ 1600-ൽ നിന്ന് 2500-ലേക്ക് കൊടുത്തായിരുന്നെങ്കിൽ 4 വർഷം അല്ലെ 5 വർഷം കൊണ്ട് 4 വർഷം കൊണ്ട് 21,840 കോടി മൊത്തത്തിൽ മതിയായിരുന്നു. അതായത് പ്രതിദിനം 54 രൂപയാ ഈ 1600 രൂപ കിട്ടുന്നവർക്ക് വ്യക്തിപരമായി ഓരോ ദിവസം കിട്ടുന്നത്. മനസ്സിലായില്ലെങ്കിൽ പറയാം. 1600 രൂപ പെൻഷൻ കിട്ടുന്ന ആളിന് ആ 1600-നെ 30 കൊണ്ട് ഹരിച്ചാൽ 54 എന്ന് കിട്ടും. ഒരു മനുഷ്യൻ കേരളത്തിൽ ജീവിക്കാൻ 60 വയസ്സ് കഴിഞ്ഞ ആൾക്ക് സർക്കാർ ഇട്ടിരിക്കുന്ന റേറ്റാണ് 54 രൂപ. എങ്ങനെയുണ്ട് കാര്യം? ദരിദ്രരെ ഉണ്ടാക്കാൻ നടക്കുന്ന സർക്കാരാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ 4 വർഷം കൊണ്ട് ഈ ദരിദ്രജനത്തിൻ്റെ കഞ്ഞിക്കകത്തുനിന്ന് ഈ പന്നകൾ കട്ടെടുത്തത് 21,840 കോടി. ഇതല്ല ഇതിൻ്റെ വലിയ കണക്ക്. ദരിദ്രജനത്തിൻ്റെ കഞ്ഞിക്കകത്തുനിന്ന് ഇവന്മാർ കയറി വലിച്ചെടുത്തത് 21,840 കോടി. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് 4.5 വർഷം ഈ ദരിദ്രജനങ്ങളെ ഓർത്തില്ല? 6 ശമ്പളമുള്ള CPM NGO-കളുടെ തലപ്പത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും പെൻഷൻകാരും കൂടെ ഇപ്പോൾ ഒരു ഹണി ട്രാപ്പ് ഉണ്ടാക്കി. ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞാൽ അറിയാവോ? ഒരുത്തനെ പെണ്ണ് കേസിൽ കുടുക്കി തീർത്ത് കളയുന്ന രീതിയിൽ ഇപ്പോൾ ഇലക്ഷനായപ്പം ഈ കേരളത്തിലെ ഈ പെൻഷൻ മേടിക്കുന്ന ആളുകളെ എല്ലാം കൂടി ഒരു ഹണി ട്രാപ്പിൽ കുടുക്കി. കഴിഞ്ഞ പ്രാവശ്യം ഇതേ വൃത്തികേടാ കാണിച്ചത്, ഇപ്പം ആക്കി. അതായത് പ്രതിദിനം 53 രൂപ ഉണ്ടായിരുന്നത് 1600-നെ 30 കൊണ്ട് കരിക്കും 53. 83 രൂപ പ്രതിദിനമാക്കാൻ സർക്കാർ കാത്തിരുന്നത് 4.5 വർഷം. കാരണം ഇടയ്ക്കൊന്നും ഇലക്ഷൻ ഇല്ലല്ലോ. ഈ നാറികളെയൊക്കെ നമുക്ക് കാണേണ്ട കാര്യം എന്നാ ആണല്ലോ. ഇവനെ ഒന്നും കാണേണ്ട കാര്യം നമുക്കില്ലല്ലോ. നമ്മൾ തീട്ട വണ്ടിയൊക്കെ മേടിച്ച് നടക്കുകയല്ലേ. നമുക്കെന്നതിന് ഇത് വല്ല ഉള്ളത്? അപ്പോൾ ഇനി സർക്കാർ ഈ 4.5 വർഷം കൊണ്ട് ചെലവഴിച്ച തുകയെ കൂടെ പറയാം. സർക്കാർ ഈ 4.5 വർഷം കൊണ്ട് 10,03,264 കോടി ഒരിടത്തൂടെ, കടമെടുത്തത് ഒരു 3.5 ലക്ഷം കോടി, അതായത് 14 ലക്ഷം കോടി രൂപ ഈ 4.5 വർഷം കൊണ്ട് ഇവന്മാർ ചെലവ് ചെയ്തു. 14 ലക്ഷം കോടി. അതിൻ്റെ ഈ കൃത്യമായിട്ട് ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുകയായിരുന്നെങ്കിൽ അതിൻ്റെ 1.61% ആകുള്ളായിരുന്നു. ഇനി സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതി പറഞ്ഞാൽ ഈ 14 ലക്ഷം കോടിയെ 14 പീസായിട്ട് മാറ്റി വെക്കണം. ആ 14 പീസായിട്ട് മാറ്റി വെക്കുന്നതിൽ നിന്ന് ഒരു കഷണം എടുത്തിട്ട് അതിനെ 5 മുറിച്ചിട്ട് അതിലൊരു കഷണം ഉണ്ടായിരുന്നെങ്കിൽ ഈ സാധാരണക്കാർക്ക് കൊടുക്കായിരുന്നു. ഒരിക്കൽ കൂടെ പറയാം. ആദ്യം 14 ലക്ഷം കോടിയെ 14 പീസായിട്ട് മുറിക്കുന്നു, ഓരോ ലക്ഷം കോടി. ആ 1 ലക്ഷം കോടിയെ 5 മുറിക്കുമ്പം 20,000 കോടി കിട്ടും. അത്രയും മതിയായിരുന്നു ഈ ജനത്തിന് കൊടുക്കാൻ. അപ്പോൾ LDF ദരിദ്രരെ ഉദ്ധരിക്കുവാണോ ദരിദ്രരെ ഉണ്ടാക്കുകയാണോ? അതാണ് ചോദ്യം. ദരിദ്രനുണ്ടെങ്കിലേ LDF ഉള്ളൂ. ഇത് നിങ്ങൾ മനസ്സിലാക്കിക്കോണം. ഇത് സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനമാണ്. തല്ലുകൊള്ളാനും ജയിലിൽ കിടക്കാനും കല്ലെറിയാനും കേസിന് പോകാനും കൊടി പിടിക്കാനും വടി പിടിക്കാനും ദരിദ്രനുണ്ടെങ്കിലേ LDF ഉള്ളൂ. സംശയമുണ്ടോ? അതുകൊണ്ട് എന്ത് വേണ്ടി 14 ലക്ഷം കോടി 14 ലക്ഷം കോടി 14 ലക്ഷം കോടി ഇവന്മാർ തകർത്തപ്പോൾ അതിൻ്റെ 14ന്റെ ഒരു ഭാഗത്തിൻ്റെ 5-ലൊന്ന് ഇവിടുത്തെ സാധാരണക്കാർക്ക് കൊടുത്തില്ല. അതായത്
ഒരു 1600 രൂപ പെൻഷൻ മേടിക്കുന്ന ഒരാളുടെ വീട്ടിൽ 5 പേരുണ്ടെന്ന് കൂട്ടുക, അല്ലെങ്കിൽ 4 പേരുണ്ടെന്ന് കൂട്ടുക. വേണ്ട, 5 പേര് സാധാരണക്കാരുടെ വീട്ടിലുണ്ട്. എത്രയായി? ഈ 50-ന് 4 പേരെന്ന് കൂട്ടിയാൽ പോലും 2 കോടി ആളുകളെ കഴിഞ്ഞ 4.5 വർഷം പറ്റ കളിപ്പിച്ചത്. ഇതാ കണക്ക്. അതായത് ദരിദ്രം കേരളത്തിൽ ഉണ്ടെങ്കിലേ LDF ഉള്ളൂ. അത് അവന്മാർക്ക് ശരിക്കറിയാം. അതുകൊണ്ട് ഇനി ഇതിൻ്റെ ബാക്കി വരാൻ പോകുന്ന ഒരു സംഭവം കൂടെ പറയാം. ഇന്ന് പ്രഖ്യാപിക്കാൻ പോവുക, കേരളത്തിൽ 5.5 ലക്ഷം അതിദരിദ്രരില്ല. ഇതെന്നാ സംഭവം എന്നറിയോ? ഏറ്റവും താഴെ കിടക്കുന്ന ജനത്തിൻ്റെ റേഷൻ കാർഡ് 5.5 ലക്ഷത്തിന് സൗജന്യ റേഷനോ അതല്ല സൗജന്യ വിലയ്ക്കോ കിട്ടുന്നത് കേന്ദ്ര ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്ന റേഷനാണ്. അതിദരിദ്രർ ഇവിടെ ഇല്ലെങ്കിൽ ആ റേഷൻ കാർഡ് പോകും. എങ്ങനെയുണ്ട് കളി? ഏറ്റവും താഴെ 5.5 ലക്ഷം ജനം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സബ്സിഡിയിൽ ഏറ്റവും താഴെ കിട്ടുന്ന അരി കിട്ടുന്നതും കൂടെ ഇല്ലെന്നാക്കുന്നതിൻ്റെ മഹാമഹമോ ഇപ്പൊ തിരുവനന്തപുരത്ത് നടക്കുന്നത്. കോടികൾ അർമാദിക്കുക. ഈ മഹാമഹം ഈ ദിവസങ്ങളിൽ പത്രങ്ങളിൽ കൊടുത്ത പരസ്യം, TV-യിലും ചാനലുകളിലും കൊടുത്ത പരസ്യം, ഇതിനായി തിരുവനന്തപുരത്ത് ചെലവാക്കുന്ന പണം, ഇതെല്ലാം കൂടെ കൂട്ടിയായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് കേരളത്തിലെ 2 കോടി സാധുക്കളായ ജനം ഈ ഹണി ട്രാപ്പ്, ഈ ചതിവ്, ഈ കള്ളത്തരം, ഈ പൊള്ളത്തരം മനസ്സിലാക്കണം. ഇനി ഈ ജനത്തോട് ഞാൻ പറയട്ടെ, ഇവന്മാർ ചുമന്ന അണ്ടർവെയറും ചുമന്ന കൊടിയൊക്കെ ആയിട്ട് വരൂ ഈ ദിവസങ്ങളിൽ. ഒറ്റ കാര്യം ചോദിക്കണം, ഈ ഉദ്യോഗസ്ഥന്മാർക്ക് എന്നതേലും കൊടുക്കുമ്പോൾ എങ്ങനെയാണ് കൊടുക്കുന്നറിയാവോ? മുൻകാല പ്രാബല്യത്തോടെ. പെൻഷൻ കൂട്ടുന്നത് എങ്ങനെയാ? മുൻകാല പ്രാബല്യത്തോടെ. ഇനി അടുത്തത്, MLA-മാരുടെ ശമ്പളവും പെൻഷനും കൂട്ടുന്നത് എങ്ങനെയാ? മുൻകാല പ്രാബല്യത്തോടെ. മന്ത്രിമാരുടെ ആനുകൂല്യങ്ങൾ കൂട്ടുന്നത് എങ്ങനെയാ? മുൻകാല പ്രാബല്യത്തോടെ. ഏതാണ്ട് 1.4 വർഷം കൊണ്ട് ഇവന്മാർ ചെലവാക്കിയതിൻ്റെ 2% പൈസ മുൻകാല പ്രാബല്യത്തോടെ തരാമെങ്കിൽ നീയൊക്കെ ഞങ്ങളുടെ പറമ്പിൽ മിറ്റത്ത് കയറിയാൽ മതി എന്ന് പറഞ്ഞാൽ ഇത് കൂട്ട് 6 ശമ്പളമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ പറക്കായിക ഇനി നമ്മുടെ അടുത്ത് ഇറങ്ങല. ഒന്നുകൂടെ പറയാം, മൊത്തം പണത്തിൻ്റെ 2% താഴെ ഇവിടുത്തെ സാധാരണക്കാരെ കളിപ്പിച്ച പണം മുൻകാല പ്രാബല്യത്തോടെ തരുന്നില്ലെങ്കിൽ പഞ്ചായത്ത് ഇലക്ഷനിൽ നീയും നിന്റെ മുന്നണിക്കും ഞങ്ങൾ ആരുമില്ല എന്ന് പറയാൻ കേരളത്തിലെ ജനം പഠിച്ചാൽ നിങ്ങൾ ബുദ്ധിമാന്മാർ. അല്ലേ നിങ്ങളെ ഇനിയും കൊണ്ടുപോകും. ഇതിവിടുത്തെ UDF ഒന്നും പറയാൻ പോകുന്നില്ല. കാരണം മച്ചാനുമാ. UDF-ന് പറയാൻ പറ്റില്ല, അവരനങ്ങാതിരിക്കും. കഷ്ടമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ കണക്ക് ഓർത്ത് വെക്കണം, ഇതിൻ്റെ കളി ഓർക്കണം. ഏറ്റവും താഴേക്കടയിലുള്ള ജനത്തിനോട് പറയട്ടെ, നിങ്ങൾക്ക് കിട്ടുന്ന 30 കിലോ അരിയോ 20 കിലോ അരിയോ കൂടെ ഇവർ തകർത്ത് കളയും എന്ന് പറഞ്ഞാൽ സാധാരണക്കാരനെ തകർത്ത് തരിപ്പണമാക്കി പിച്ചക്കാരനാക്കി മാറ്റും. അതാ സംഭവിക്കാൻ പോകുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.